ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഉത്രാട ദിനമാണ് കേട്ടോ. അപ്പോൾ ഉത്രാട ദിനം നമ്മളുടെ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീട്ടിലുണ്ടാകുക. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. അപ്പം നമ്മളുടെ ഉത്രാട ദിനം നമ്മളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ സമയം 5:15 ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു കേട്ടോ. പിന്നെ 5:15 ആയപ്പോഴത്തേക്ക് ഞാൻ വേഗം കുളിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ സദ്യ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉത്രാടത്തിനും തിരുവോണത്തിനും നമ്മളിവിടെ സദ്യ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അവിട്ടത്തിന് അന്ന് വേണമെങ്കിൽ മാത്രം നമ്മൾ നോൺ വെജ് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആരും എഴുന്നേറ്റിട്ടില്ല, മക്കൾ എഴുന്നേറ്റിട്ടില്ല, അച്ഛനും അമ്മ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പം വേഗം ഞാനിതാക്കണം ഹോളിലേക്ക് വന്നിട്ട് കർട്ടനൊക്കെ പൊക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഇട്ടിട്ട് ഡോറൊന്ന് തുറക്കണം. അപ്പോൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഞാനന്ന് ഫ്രണ്ടത്തെ ഡോർ ആദ്യം തുറന്നിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ പോയിരുന്നു. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴയാണ്. എല്ലായിടത്തേക്കും ഈ മഴ ഉണ്ട് തോന്നുന്നു. പിന്നെ ഞാൻ വേഗം വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഡോറ് ക്ലോസ് ചെയ്തു കേട്ടോ. പിന്നെ രാവിലെ തന്നെ വീട് നിശബ്ദമായി കിടക്കുന്നതുകൊണ്ട് ഡിവോഷണൽ സോങ് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ സോങ്ങൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മളുടെ പണികളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവായൊരു വൈബാണല്ലോ അല്ലേ. അപ്പോൾ ഞാനങ്ങനെ TV-യിൽ പാട്ട് വെച്ചു. അതിനുശേഷം സാമ്പ്രാണിയും കത്തിച്ച് വെച്ചിട്ടോ. ഇനി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇന്നത്തേക്ക് സദ്യക്കുള്ള ഫുള്ള് കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. ഒരു 11 മണി ആകുമ്പോഴേക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളും തീരണം. 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും തീരണം. അതിനുശേഷം 12 മണിയൊക്കെ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കണമല്ലോ. ഉത്രാടത്തിന് തിരുവോണത്തിനും നേരത്തെ ഫുഡ് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ തലേ ദിവസം പച്ചക്കറികൾ മൊത്തം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിന്, സാമ്പാറിന്, കൂട്ടുകറിക്ക്, പച്ചടിക്ക്, അങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിയൽ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ഇടുക. ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. കഴുകിയിട്ട് നീ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ചീഞ്ഞ് പോകണ്ട വിചാരിച്ചിട്ട് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവിയലിന് കഴുകാനുള്ള പച്ചക്കറികൾ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചു. ആ സമയം കൊണ്ട് ഞാനും ഇതാക്കൊണ്ട് അടുക്കളയിലെ ഡോറ് തുറന്നിട്ടു. അപ്പോൾ അടുക്കളത്തെ ഡോറ് തുറന്നു, പുറത്തത്തെ ലൈറ്റ് കൂട്ടും. അപ്പോൾ പിന്നെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിറകൊക്കെ നനഞ്ഞ് ഉണക്കായി വരുന്നേ ഉള്ളൂ. അപ്പോൾ തലേ ദിവസം അമ്മ വന്നപ്പോൾ കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ട് ഞാനിതാ തീ പിടിപ്പിച്ച് വെച്ചു. പിന്നെ ആ സമയം കൊണ്ട് ഞാനിതാക്കൊണ്ട് വേഗം തീയൊക്കെ ഒന്ന് കത്തി പിടിച്ച് സെറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാനതാക്കണു ഗ്യാസുമ്മൽ തന്നെയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അവിയലിനുള്ള പച്ചക്കറികൾ ഏതൊക്കെയായിരുന്നു? പയർ, ചേന, കുമ്പളം, ചെറിയൊരു കൈപ്പയ്ക്ക, ക്യാരറ്റ്, പച്ചക്കായ, അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും ചെറിയ നൈസാക്കി അരിഞ്ഞ് അതിൽ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഞാനത് ആവിയിൽ വേവിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ച് സിമ്മിലിട്ടിട്ടാണ് ആവിയലിന് വെക്കുന്നത്. അപ്പം നമ്മുടെ ഉത്രാട സദ്യ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഫുള്ള് സദ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലേ. അപ്പോൾ നമുക്കൊരു ടെൻഷനാണ്. നമ്മൾ ഡെയിലി ഇത്തിരി ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ. പിന്നെ വേഗം അത് വേവാൻ വെച്ചതുകൊണ്ട് വേഗം ഞാൻ തേങ്ങ ചിരകി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ, ഒരു 2 തേങ്ങ ഞാൻ തലേ ദിവസം ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയലേക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചിരകുകയാണ് കേട്ടോ. പിന്നെ അവിയലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിലേക്ക് ചെറിയ ജീരകവും എന്താ പറയുക പച്ചമുളകും കറിവേപ്പിലും തൈരും ഇട്ടിട്ട് അത് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ വേഗം ചെറുപയർ കഴുകിയിട്ട് കുക്കറിൽ വെക്കണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ചായപ്പോലും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചായ ഉണ്ടാക്കി കുടിക്കാനുള്ളൊരു ഇതൊന്നുമില്ല. വേഗം പണി തീർക്കണം, മക്കൾ എഴുതുമ്പോഴത്തേക്ക് വേഗം തീർക്കണം, പൂവിടണം, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയാണ് കേട്ടോ. അമ്മ എഴുന്നേച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം കുക്കറിൽ ചെറുപയർ കഴുകിയിട്ടു. പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചു കേട്ടോ. പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് നനച്ച് വെച്ചു. പിന്നെ അവിയൽ അങ്ങനെ തീ കുറഞ്ഞ് അതിങ്ങനെ സിമ്മിൽ കിടന്ന് വേവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർക്കറി വെന്തപ്പോൾ ഞാനത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഉപ്പേരിക്കുള്ളത് കാബേജാണ് കേട്ടോ. കാബേജും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാബേജ് പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് ചതച്ചിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഗ്യാസിൽ തന്നെ വെച്ചു. പിന്നെ അവിയൽ ലാസ്റ്റ് വെന്ത് വന്നപ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിയൽ മാറ്റി വെച്ചു. പിന്നെ പുട്ട് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടോ. പിന്നെ അത് ഗ്യാസിലേക്ക് തന്നെ കൊണ്ടുപോയി. പിന്നെ നമ്മൾ പച്ചടി ഉണ്ടാക്കുകയാണ് കേട്ടോ. പച്ചടി ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് അരച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്കുള്ള വറവിടണം. തൈര് ഇട്ടു. അരപ്പിൽ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും കടുകൊക്കെ ഇട്ടിട്ടാണ് അരച്ചത്. പിന്നെ കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ബീട്രൂട്ട് പച്ചടി
സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും അമ്മ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന സമയം കൊണ്ട് ഞാൻ വേഗം പിന്നെ പൂവ് കട്ട് ചെയ്യാൻ നിന്നു കേട്ടോ. അപ്പോഴത്തേക്ക് സമയം ഒരു 7:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയലായി, കൂട്ടുകറിയായി, പിന്നെ ഉപ്പേരിയായി, ബീറ്റ്റൂട്ട് പച്ചടി ആയിട്ടോ. പുളിയിഞ്ചി അച്ചാർ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറും ചോറും പായസവും പപ്പടമാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പം അമ്മ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ചായ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുത്തു. ഞാനത് കുടിച്ചിട്ട് വേഗം പൂവ് കട്ട് ചെയ്യാൻ നിന്നു. അപ്പോൾ പൂവ് നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പൂവ് ഉണ്ടായിരുന്നു. തലേ ദിവസം ഒരു 150 രൂപയ്ക്ക് അങ്ങാണ്ടോ കുറച്ച് പൂവ് കൊണ്ടുവന്നു കേട്ടോ. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പൂവ് കൊണ്ടുവന്നിരുന്നു, പല പല കളറുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെയൊക്കെ ഏട്ടനാണ് പൂവ് കൊണ്ടുവരിക, അത് ഡിസൈൻ വരച്ച് തരിക, പൂവിട്ട് തരിക, ഒക്കെ ഏട്ടൻ്റെ. കഴിഞ്ഞ വർഷത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏട്ടൻ തന്നെയായിരുന്നു ഫുള്ള് ഓണത്തിന് പൂവിടാൻ. എനിക്കങ്ങനെ പൂവിടാനും ഡിസൈൻ വരയ്ക്കാനും എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാനൊക്കെ കട്ട് ചെയ്ത് അരിഞ്ഞ് വെക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ അമ്മ വരുന്നുണ്ട്. അമ്മ വീട്ടിലുണ്ടായ 4 ജമന്തി പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ച് തരുമായിരുന്നു. അപ്പോൾ അമ്മ അച്ഛനും അമ്പലത്തേക്ക് പോയി. അപ്പോൾ ഈ മഴേനെ പറ്റി ഞങ്ങൾ സംസാരിക്കണം കേട്ടോ. ഇങ്ങനെ മഴ പെയ്ത് എല്ലാവരും ഇങ്ങനെ വരും. നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടി എഴുന്നേറ്റ് വന്നിട്ട് ആ സമയം കൊണ്ട് അമ്പാടി നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷേ ഇന്നെന്തോ ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല, വേഗം ഡോറ് ക്ലോസ് ചെയ്തു. ഞാൻ എഴുന്നേറ്റ് ഉടനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ റൂമിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ അമ്പാടിനെ വേഗം ഞാൻ പല്ലൊക്കെ തേപ്പിച്ചിട്ട് അപ്പോൾ ഇനി കിച്ചു എഴുന്നേറ്റ് വന്നിട്ടോ. അപ്പോൾ കിച്ചു അമ്പാടിയും കൂടെ എൻ്റെ കൂടെ വാടാമല്ലിയുടെ ഇതൊക്കെ അവർ റെഡിയാക്കുന്നുണ്ട്. ഞാൻ ജമന്തിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചുട്ടനെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ സാമ്പാറിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അതിൽ തേങ്ങയൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ പൂവൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാനിത് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടു. അപ്പോൾ ഇനി മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ സിറ്റ് ഔട്ട് വേഗം തുടച്ചാൽ ഒക്കെ ഒന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് മക്കളെ കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ ഞാൻ പിന്നെ മുറ്റത്ത് പൂവിടാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ വേഗം മക്കളെ കുളിപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിനിടയിലായിട്ട് നമ്മുടെ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, മഞ്ഞ റോസ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് സച്ചുട്ടനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ മുറ്റത്തൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച്, കാരണം മുറ്റടിച്ച് വരാൻ കഴിയില്ല, നന്നായിട്ട് മഴ ഇങ്ങനെ തുള്ളിയിട്ട് നിൽക്കുകയാണ്. പിന്നെ വേഗം ഞാൻ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം മക്കൾ 2 പേരും വേഗം കുളിപ്പിച്ചു. കിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് അവനും കയറിയിട്ടോ. അപ്പോൾ അവരെ കുളിപ്പിച്ച് അവർ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. കാരണം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൂവിടാൻ അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ആ സമയം കൊണ്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിന്നാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് പായസം വെക്കാനുണ്ട്, ചോറ് അരി കഴുകിയിട്ടുണ്ട്, അത് നമുക്ക് വാർത്ത് വെക്കാനുണ്ട്. അപ്പോൾ വേഗം തന്നെ അവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെക്കണം. അപ്പോൾ നമ്മളിനി ഉത്രാടം ഇന്നിവിടെ കഴിഞ്ഞാൽ നാളെ തിരുവോണം തറവാട്ടിലും കഴിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് മേലാറ്റൂരിക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുക അവിട്ടത്തിനായിരിക്കും. നാളെ ഞാനും അനിയത്തിമാരെല്ലാവരും കൂടെ വരുമല്ലോ. അപ്പോൾ ആ വീട്ടിലെല്ലാവരും ആകുമ്പോൾ അങ്ങനെയാണ് അവിടെ ഓണം ആഘോഷിക്കാറ്. അപ്പോൾ പുട്ടും ചെറുപയറും ചായയൊക്കെ കൊണ്ട് മക്കൾക്ക് 2 പേർക്കും ടി വിയിലെ മുന്നിലിരുന്നിട്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട. ആ സമയം കൊണ്ടാണ് നമുക്ക് നമ്മുടെ പായസ ചലഞ്ച് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതായത് നവോദയ ഗ്രന്ഥാലയം, അത് നമ്മുടെ വായനശാലയുടെ കീഴിൽ പായസ ചലഞ്ചിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഉത്രാടം തിരുവോണം അവിട്ടം ഈ 3 ദിവസങ്ങളിൽ പായസം വിതരണം ചെയ്യുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്നാണ് 1 ലിറ്റർ പായസം വാങ്ങിയത്, അതും വന്നു. പിന്നെ ഞാൻ വേഗം ചേച്ചിയും കുട്ടികളൊക്കെ, അതായത് ഷിബോട്ടൻ്റെ ഏട്ടൻ്റെ വൈഫും കുട്ടികളൊക്കെ വന്നോട്ട് തറവാട്ടിൽ നിന്ന്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ കിച്ചും കൊച്ചുവാണെങ്കിൽ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടോ. പിന്നെ അവസാനം ചേച്ചി തന്നെ ഡിസൈൻ വരയ്ക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ കുട്ടികളുണ്ടോ, അതൊക്കെ കൊച്ചുട്ടി, നന്ദു, പിന്നെ വലിയ കുട്ടികളുണ്ട് അമ്മല, അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അച്ചു ഞങ്ങൾ വിളിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പൂവൊക്കെ ഇടും. അപ്പോൾ മക്കൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടിൽ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് പൂവിടുകയാണ്. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തലകറക്കവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട്. അമ്മയ്ക്ക് പ്രഷറിന് മരുന്ന് കുടിക്കുന്ന ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വയ്യായൊക്കെ വന്നു. അമ്മ കുറച്ച് നേരം പിന്നെ പോയി കിടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടത്തെ പൂവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതിന് ശേഷം മുറ്റത്ത് നമ്മുടെ തറയിലും പൂവിട്ടിട്ടോ. പിന്നെ നിലവിളക്ക് കത്തിച്ചിട്ട് ഇനി മക്കളെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് കൊടുക്കണം. അപ്പോൾ മക്കളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവരും വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊന്നും കഴിയില്ല. അപ്പോൾ മക്കളെയൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് പായസം അത് ബാക്കി കിടക്കുക കേട്ടോ. അപ്പോൾ ചോറായി സാമ്പാറൊക്കെ സെറ്റായി. ഇനി പായസത്തിൻ്റെ പരിപാടിയിലേക്ക് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയ പായസത്തിനുള്ള പാലൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ വേഗം തിളപ്പിക്കാൻ വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചു. ഏട്ടന് ഇതാ പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയാം, നിങ്ങളില്ലാഞ്ഞിട്ട് ആ ഒരു കുറവ് ഇവിടെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതായിരുന്നു. നല്ല
ആളീ ചിരിച്ച് സംസാരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. കാരണം ഓണം വിഷു ആകുമ്പോൾ മൂപ്പർക്ക് ഇവിടെ ഉണ്ടാവണം. കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ വിഷുവിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഓണത്തിനും വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളുടെ സദ്യയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ. അവിയൽ, ഉപ്പേരി, കൂട്ടുകറി, പച്ചടി, പുളിയിഞ്ചി, അച്ചാർ, പപ്പടം, സാമ്പാർ, ചോറ്, പിന്നെ ഇതാ പായസവും റെഡി ആയിട്ടോ. പായസം നല്ല സെറ്റായി. അപ്പോഴാണ് രസത്തിൻ്റെ ഒരു കുറവ് വന്നത്. അപ്പോൾ വേഗം രസത്തിനുള്ളതും കൂടെ ഗ്യാസുമ്മ വെച്ചു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ അനിയനും പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ വേഗം പിന്നെ സാധനമൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം ഇനി മക്കൾക്കും അച്ഛനും അതായത് കുട്ടച്ഛനൊക്കെ കൂടെ ആദ്യം കൊടുക്കണം. പിന്നെ ഞങ്ങൾ അമ്മയും ഞാനും ഞങ്ങളെ കൂടെ ഇരുന്നിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്ന് ഫുള്ള് രാവിലെ തുടങ്ങി 5 മണിക്ക് എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ ജോലികളായിരുന്നു. നമുക്ക് എത്ര ജോലി നേരത്തെ എഴുന്നേറ്റാലും എന്താ പറയുക, പണികളൊക്കെ വേഗം തീർന്നു കേട്ടോ. ഒരു 9-10 മണിയായപ്പോഴത്തേക്കും നമ്മളുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം തീർന്നു. പിന്നെ നമ്മൾ ഇതാക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ സദ്യവട്ടം എന്താ പറയുക, ഈ വർഷത്തെ ഉത്രാടം ഇങ്ങനെ ആഘോഷിച്ചു കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ നല്ല ആരവത്തിലും ആഘോഷിച്ചായിരുന്നു. 10-60 ആൾക്കാരെ പരിപാടിയായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം. ഇത്തവണ ഞങ്ങൾ വീട്ടുകാർ മാത്രമായിട്ട് ചുരുങ്ങി. അപ്പോൾ പിന്നെ ഇതാക്കണം എല്ലാവരും സദ്യ കഴിച്ച്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.